അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ഒരു നിക്കാഹ് ഹാമ്പർ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാനാണ്. അപ്പോൾ ഇതൊരു 9,000 രൂപയുടെ ഹാമ്പറാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട സാധനങ്ങളാണ്. ടോട്ടൽ നമ്മൾ 8 സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഹാമ്പറാണ് ചെയ്യുന്നത്. ഒരു ഫോൺ ഹാമ്പർ, പിന്നെ ഒരു ചോക്ലേറ്റ് ഹാമ്പർ, പിന്നെ ഒരു നട്ട്സ് ഹാമ്പർ, പിന്നെ ഒരു ചോക്ലേറ്റ് ടവർ, പിന്നെ ഒരു ബൊക്കേറ്റ്, പിന്നെ 2 ഡ്രസ്സ്, പിന്നെ ഒരു നിസ്കാർ കുപ്പായം സാധനമൊക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളൊരു ബോക്സ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഹാമ്പറിൽ സെറ്റ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് ടവറിൻ്റെ സൈഡിൽ വെക്കാനുള്ള ചോക്ലേറ്റാണ്, പിന്നെ നമ്മുടെ ബാർ ചോക്ലേറ്റ്, പിന്നെ നട്ട്സ്. അപ്പോൾ നമ്മളിന്നൊരു വെറൈറ്റിക്ക് വേണ്ടി നട്ട്സിൻ്റെ കൂടെ ചെറിയാണ് വെക്കുന്നത്. നമുക്ക് ചോക്ലേറ്റിൻ്റെ അടിയിൽ വെക്കാനുള്ള ലൂസ് ചോക്ലേറ്റാണ്. പിന്നെ നെറ്റ്, പിന്നെ അതിൻ്റെ ബോക്സ്, ടവറിൻ്റെ തെർമോക്കോളൊക്കെ ആണ്. ഡ്രസ്സിൻ്റെ ബോക്സാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ 2 ഡ്രസ്സ് ഇങ്ങനത്തെ ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള റിബണ്, ഗ്ലൂ ഗണ്ണ്, ടേപ്പൊക്കെയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ബൊക്കയ്ക്ക് വേണ്ടിയിട്ടുള്ള ഫെറോറോ വോച്ചറാണ്. പിന്നെ നമ്മൾ ഫോൺ വെക്കുന്നത് ഈ ഒരു ബാഗ് പോലത്തെ ഒരു ബോക്സിലാണ്. പിന്നെ നമുക്കൊരു ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ളൊരു ടോപ്പർ ഉണ്ട്, അത് നമുക്ക് ടവറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാനാണ്. പിന്നെ നമ്മൾ ഈ കാണുന്നത് നമുക്ക് ലൂസ് ചോക്ലേറ്റിൻ്റെ അല്ലെങ്കിൽ ചോക്ലേറ്റ് ഹാമ്പറിൻ്റെ മുകളിൽ വെക്കാനുള്ള ബാർ ചോക്ലേറ്റാണ്, പിന്നെ ഫ്ലവർ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നിസ്കാർ കുപ്പായം മുസാഫൊക്കെ വരുന്ന ഒരു ഹാമ്പറാണ്. അപ്പോൾ നമ്മൾ പടത്തിൻ്റെ ഉള്ളിൽ തന്നെ നിസ്കാർ കുപ്പായം വെച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ മുകളിലാണ് ഖുർആനും തസ്ബീഹും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നിസ്കാരത്തിൻ്റെ പടവും അത് നമ്മൾ സെറ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഞാനിതാ ഈ ഒരു ഖുർആനും തസ്ബീഹും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് ഡ്രസ്സിൻ്റെ ഹാമ്പറാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഗോൾഡൻ കളർ പേപ്പർ ബോക്സിലാണ് സെറ്റ് ചെയ്യുന്നത്. ഇതൊരു കോഡ് സെറ്റാണ്. ഒരു ലൈറ്റ് പിങ്ക് കളർ അല്ലെങ്കിൽ ഓറഞ്ചൊക്കെ പറയാൻ പറ്റുന്ന ഒരു കളറിലുള്ള ഒരു കോഡ് സെറ്റാണ്. പിന്നെ നമുക്ക് ഒരു ഡ്രസ്സും കൂടിയുണ്ട്, അത് ചുരിദാറാണ് വരുന്നത്. അതും നമ്മൾ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെയിം ബോക്സിൽ തന്നെ ചുരിദാർ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ചോക്ലേറ്റ് ഹാമ്പറാണ്. അപ്പോൾ ഇതിലാകെ ഒരു ചോക്ലേറ്റ് ഹാമ്പറാണ് വരുന്നുള്ളൂ, കാരണം നമ്മൾ ഒരു ചോക്ലേറ്റ് ടവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഒരു ഹാമ്പർ ചെയ്യുമ്പോൾ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു പിക്ചർ ഉണ്ടാകണം, എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഈ ചോക്ലേറ്റൊക്കെ ഈ ബോക്സിൽ തന്നെ ഷോപ്പിൽ നിന്ന് സെറ്റ് ചെയ്തതിന് ശേഷമാണ് എല്ലാം ഫിക്സ് ചെയ്തെടുത്തത്. അതുപോലെ നിങ്ങളും ഷോപ്പിൽ നിന്ന് തന്നെ ജസ്റ്റ് എല്ലാം വെച്ച് നോക്കിയിട്ട് എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പവുമായിരിക്കും, ചോക്ലേറ്റ് ബാലൻസും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഞാൻ ഈ ഒരു ചോക്ലേറ്റിൽ എവിടെയും ഗ്യാപ്പൊന്നും വരാതെക്കാൻ വേണ്ടിയിട്ട് മാറ്റി ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങളും ജസ്റ്റ് അടിയിലുള്ള ഒരു ചോക്ലേറ്റ് മുകളിലോട്ട് കാണാത്ത രീതിയിൽ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് നട്ട്സ് ഹാമ്പറാണ്. അതിൽ ബദാം, പിസ്ത, അണ്ടിപ്പരിപ്പ്, പിന്നെ ചെറിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കസ്റ്റമർ എന്താണോ പറഞ്ഞത് ആ രീതിയിൽ ചെയ്യുക. അപ്പം ഞാനിപ്പോൾ 4 ഐറ്റംസ് ആയതുകൊണ്ട് 4 കള്ളി വരുന്ന ബോക്സാണ് എടുത്തിട്ടുള്ളത്. അതുകൂടാതെ നട്ട്സ് ഹാമ്പർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് തന്നെ അത് തണുത്ത് പോകാതിരിക്കാൻ വേണ്ടി ക്ലീൻ റാപ്പ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഒരാളെ സഹായം തേടിയിട്ട് സ്പോട്ടിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ചോക്ലേറ്റും അതുപോലെ തന്നെ ക്ലീൻ റാപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്നത് നമ്മുടെ ടവർ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പം ഞാനിത് സ്പീഡിലാണ് കാണിക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടിയവർ അല്ലെങ്കിൽ ആവശ്യമുള്ള ആൾക്കാർ ഒന്ന് ചാനലിൽ കയറി കാണാം. വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം.
അപ്പോൾ ഈ ടവറിൽ നമ്മൾ വെച്ചിട്ടുള്ളത് ഏറ്റവും താഴേൽ 30 രൂപയുടെ കിറ്റ്കാറ്റ്, സെൻറ്ററിൽ നമ്മൾ 10 രൂപയുടെ ഡയറി മിൽക്ക്, മുകളിൽ 20ൻ്റെ ഗാലക്സിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ സൈഡിലും മുകളിലായിട്ട് ബോൾ ചോക്ലേറ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കസ്റ്റമർ പറയുന്നതനുസരിച്ചിട്ട് നിങ്ങൾ ചോക്ലേറ്റ് മാറ്റി കൊടുത്താൽ മതി. ബാക്കിയെല്ലാം ഈ സ്റ്റെപ്പിൽ തന്നെയാണ് വരുന്നത്. അതുകൂടാതെ റൗണ്ടിലുള്ള ടവറും വരുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്ക്വയറാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റും നട്ട്സും നമ്മൾ നെറ്റിൽ പേക്ക് ചെയ്യുകയാണ്. അപ്പം നമ്മളിവിടെ എടുത്തിട്ടുള്ള തീം എന്ന് വെച്ചാൽ പിങ്കും വൈറ്റും ഗോൾഡൻ ആണ്. അപ്പം നമ്മൾ നെറ്റ് എടുത്തിട്ടുള്ളത് വൈറ്റും പിങ്കാണ്. ആദ്യം നമ്മൾ രണ്ടും ഒന്നായിട്ട് പിങ്കും നെറ്റും കൊണ്ട് ചുറ്റി കൊടുത്തിട്ട് സെൻറ്ററിൽ കൂടെ വൈറ്റ് നെറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ആദ്യം റബ്ബർ ബാൻഡ് വെച്ചിട്ട് ജസ്റ്റ് ഒരു കെട്ടിട്ട് കൊടുക്കുക. റബ്ബർ ബാൻഡ് കെട്ടിക്കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ലൂസായി നിൽക്കുന്ന നെറ്റൊക്കെ ഒന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് റബ്ബർ ബാൻഡിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് വലിച്ചു വെച്ച് കൊടുക്കുക. എന്നിട്ട് ബാക്കി വരുന്ന പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. അപ്പം ഞാനിവിടെ ബാക്കിയുള്ള പോർഷൻ കത്രിക വെച്ച് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമ്മൾ വൈറ്റ് നെറ്റ് സെൻറ്ററിൽ കൂടെ വെച്ച് കൊടുക്കുകയാണ്. അതും ഇതുപോലെ തന്നെ റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ ബാക്കി വരുന്ന പോർഷൻ കട്ട് ചെയ്ത് മാറ്റി തന്നെയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ 2 നെറ്റും കൂടെ കൂട്ടി പിടിച്ചിട്ട് ബാക്കി വരുന്ന പോർഷൻ ഒന്നും കൂടെ കട്ട് ചെയ്ത് ലെവലാക്കുക. ഇതേ സെയിം മെത്തേഡിൽ നമുക്ക് ചോക്ലേറ്റും പേക്ക് ചെയ്തെടുക്കാം. അപ്പം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ റബ്ബർ ബാൻഡ് കെട്ടിക്കൊടുത്തതിന് ശേഷം റബ്ബർ ബാൻഡ് അഥവാ പൊട്ടിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കഷ്ണം നെറ്റ് കൊണ്ട് ഒന്നും കൂടെ കെട്ടി സെക്യൂറായി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളും അതുപോലെ ജസ്റ്റ് ഒരു കഷ്ണം നെറ്റ് കൊണ്ടോ അല്ലെങ്കിൽ കഷ്ണം കയറ് കൊണ്ടോ ജൂട്ടിൻ്റെ കയറ് കൊണ്ടോ ജസ്റ്റ് ഒന്നും കൂടെ കെട്ടി കൊടുത്തിട്ട് ആ ഒരു കെട്ടൊന്ന് സെക്യൂറാക്കി വെക്കുക. പെട്ടെന്ന് റബ്ബർ ബാൻഡ് വെട്ടിപ്പോയാൽ നമുക്ക് വീണ്ടും പണിയാവും. അതുകൊണ്ടാണ്. ലാസ്റ്റ് നമ്മൾ ഫ്ലവർ വെച്ച് കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഫോണാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ബാഗ് ടൈപ്പ് പേപ്പർ ബോക്സ് ആണ്. അപ്പോൾ നമ്മുടെ തീം പിങ്കും വൈറ്റും ഗോൾഡൻ ആയതുകൊണ്ട് ഞാൻ പിങ്ക് കളർ ബാഗാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് 2 സൈഡിൽ സ്പോഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ ഫോൺ വെച്ച് കൊടുക്കുക. എന്നിട്ട് 2 സൈഡിൽ ഫ്ലവറെ വെച്ച് സെറ്റാക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ പിങ്കും വൈറ്റും ഫ്ലവേഴ്സാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ലീഫും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ ഫോണിനൊരു റിബണ് കെട്ടി കൊടുക്കുന്നുണ്ട്, പക്ഷെ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ലാസ്റ്റിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഫെറോറ വെച്ചിട്ടുള്ള ബൊക്കെയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ് യൂസ് ആക്കുന്നത്, ഫ്രഷ് ഫ്ലവേഴ്സ് ഒന്നും യൂസ് ആക്കുന്നില്ല. പിന്നെ നമ്മൾ പിങ്ക് കളറും പിന്നെ ട്രാൻസ്പെറൻറ്റ് ടൈപ്പിലുള്ള ബൊക്കെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ ആദ്യം എല്ലാ മുട്ടായിലും നമ്മൾ സ്റ്റിക്ക് വെച്ച് സെക്യൂറാക്കി വെക്കുക. എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് തുടങ്ങുകയാണ് ചെയ്യുന്നത്. എല്ലാം സ്റ്റിക്ക് ചെയ്ത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഓരോന്നോരോന്നായി കൂട്ടി പിടിച്ചിട്ട് ടേപ്പ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ റൗണ്ട് ഷേപ്പിലുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റൗണ്ടായിട്ട് ഓരോ മുട്ടായും വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം
അപ്പോൾ നമ്മൾ എല്ലാ മുട്ടായും സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോന്നോരോന്നായി ഫ്ലവർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ബഞ്ചായിട്ടാണ് ഫ്ലവേഴ്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കാണാനും ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതിലും പിങ്കും വൈറ്റും ഫ്ലവേഴ്സാണ് യൂസ് ആക്കിയത്. അപ്പോൾ നമ്മൾ ഇനി ഒന്നായിട്ടൊന്ന് സെറ്റാക്കിയതിന് ശേഷം ഫുള്ളായിട്ട് ഇതൊന്ന് ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ ടാപ്പിൻ്റെ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിരിക്കും, ഒരാളെ സഹായം ആവശ്യം ഉണ്ടാവില്ല. ഇനി നമ്മൾ റാപ്പ് ചെയ്ത് തുടങ്ങുകയാണ്. അപ്പോൾ ഇതിൽ ക്യാമറൻ്റെ ചെറിയ ഇഷ്യൂ കൊണ്ട് ചില ഭാഗങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ക്ഷമിക്കുക. പിന്നെ ചില ഭാഗങ്ങൾക്ക് കട്ടായിട്ടാണുള്ളത്. ആദ്യം നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു പിങ്ക് റാപ്പിംഗ് ഷീറ്റ് കൊണ്ട് ചുറ്റി കൊടുത്തിട്ട് പിന്നെ നമ്മൾ ട്രാൻസ്പെറൻറ്റ് പിങ്കും ഗോൾഡനും ആയിട്ട് വരുന്ന ഒരു ഷീറ്റ് കൊണ്ട് മുന്നിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഷീറ്റ് എടുത്തിട്ടുള്ളത് ഒരു വലിയ ഷീറ്റിൻ്റെ പകുതി നേർപകുതിയായിട്ട് മുറിച്ചിട്ട് ആ ഒരു പകുതിൻ്റെ പകുതിയാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഷീറ്റ് മൊത്തം അപ്പോൾ 4 ഷീറ്റ് ഉണ്ടാവും. അപ്പോൾ 4 ഷീറ്റ് നമ്മൾ ചുറ്റും ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത്, ചില ഭാഗങ്ങൾക്ക് ക്യാമറൻ്റെ എന്തോ കുഴപ്പം കൊണ്ട് കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ലാസ്റ്റ് നമ്മൾ ഒരു ഫുള്ളായിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ബാക്കിൽ കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വെച്ച ഷീറ്റിന് മടിക്കിയതുപോലെ തന്നെ മടക്കിയിട്ടാണ് വെക്കുന്നത്. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ റിബണും കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.